പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തേജസ്സുള്ള മുഖവും സ്മാർട്ടായ പെരുമാറ്റ രീതിയും അഭിനയവും കൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് ലെന. ഏതു കഥാപാത്രവും അഭിനയം കൊണ്ട് തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നും താരം ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. തല മൊട്ടയടിച്ച് ലെന ഹിമാലയൻ യാത്ര നടത്തിയത് നാളുകൾക്ക് മുൻപ് തന്നെ ആരാധകർ അറിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മൊട്ടയടിച്ച് യാത്ര ചെയ്യുന്ന താരത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത്. ചിത്രങ്ങൾ വന്നതിന് പിന്നാലെ താൻ നടത്തിയ യാത്രയെപ്പറ്റി വാചാലിയായിരിക്കുകയാണ് താരം. ജെമേ ഷോയിലാണ് 2 മാസം നീണ്ടുനിന്ന തന്റെ യാത്രയെപ്പറ്റി ലെന വിവരിക്കുന്നത്. താൻ യാത്ര പോകുന്ന വേളയിൽ തിരിച്ചു വരുമോ എന്ന് അറിയില്ലായിരുന്നുവെന്നും തല മൊട്ടയടിച്ചിരുന്നതിനാൽ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ലെന്നും താരം പറയുന്നു. പിറ്റി വാലിയിൽ പോയ സമയത്ത് വേട്ടക്കാർക്കൊപ്പവും ഉൾക്കാടുകളിൽ കഴിഞ്ഞ അനുഭവവും താരം തുറന്നു പറയുന്നുണ്ട്. 20 വർഷം കൊണ്ട് 100 സിനിമകളാണ് ലെന അഭിനയിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി തൊട്ടാണ് ചെറിയൊരു ഇടവേളയെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് താരം പറയുന്നു. അങ്ങനെയാണ് മൊട്ടയടിച്ച് ഹിമാലയത്തിൽ പോകുന്നത്. ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നില്ല ആ യാത്ര. എല്ലാ സ്വാതന്ത്ര്യത്തിന്റെയും മുകളിലുള്ള ഒരു സ്വാതന്ത്ര്യം. ശരിക്കും ആകാശമല്ല ഒന്നിന്റെയും അതിര്, അതിനു മുകളിലും ആകാശമുണ്ട്. അതുവരെ വിമാനത്തിൽ കയറാത്ത ഒരു തരം അനുഭവമായിരുന്നു അന്ന്. നേപ്പാളിൽ ഒന്ന് പോകണം എന്നായിരുന്നു ആദ്യത്തെ ചിന്ത. മേക്ക് മൈ ട്രിപ്പ് ആപ്പ് എടുത്തു, കാഠ്മണ്ഡു ടിക്കറ്റ് എടുത്തു. മറ്റൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പോകുമ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നുവെന്നും താരം പറയുന്നു. തിരിച്ചു വരില്ലായിരുന്നു എന്നായിരുന്നു അപ്പോൾ തോന്നിയത്. തല മൊട്ടയടിച്ചിരിക്കുന്നതിനാൽ ആരും കണ്ടാൽ തിരിച്ചറിയുകയുമില്ല. പശുപതി ക്ഷേത്രത്തിൽ പോയി കുറെ പേരെ കണ്ടു. കുറച്ചു ദിവസം കാഠ്മണ്ഡുവിൽ ചിലവഴിച്ചു. പൊടി നിറഞ്ഞ റോഡുകൾ കണ്ടപ്പോൾ മഞ്ഞുമലകൾ കാണാൻ ആഗ്രഹം തോന്നി. എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല. നേരെ പോഖ്രയിലേക്ക് പോയി. ബംഗളൂരുവിലുള്ള എന്റെ സുഹൃത്ത് മോഹന്റെ സുഹൃത്ത് രാജി അവിടെയുണ്ട്. വിളിക്കാനുള്ള നമ്പർ നേരത്തെ തന്നിരുന്നു. താൻ വിളിച്ചപ്പോൾ അവരുടെ സുഹൃത്തിന്റെ വീട് ശരിയാക്കി തന്നുവെന്നും താരം പറയുന്നു. ഹോം സ്റ്റേ പോലെ റൂമിന്റെ വാടക 200 നേപ്പാളി രൂപ. ഇന്ത്യൻ രൂപ ഒരു 150 രൂപ വരും. പൂന്തോട്ടമൊക്കെയായി നല്ല സൗകര്യം. സഞ്ചാരികളായ ഒരുപാട് മനുഷ്യരെ പരിചയപ്പെട്ടു. 2 മാസം അവിടെ ചിലവഴിച്ചിട്ടും കൊണ്ടുപോയ കാശ് തീർന്നില്ല എന്നതാണ് രസമെന്നും ഹോട്ടലുകളിലാണെങ്കിൽ എല്ലാത്തരം ഭക്ഷണവും കിട്ടുമായിരുന്നുവെന്നും താരം പറയുന്നു. നേപ്പാളിൽ പോയപ്പോൾ നിന്റെ മൊയ്തീൻ അസോസിയേറ്റ് ഡയറക്ടർ ജിതിൻ ലാൽ വിളിച്ച് ഒരു ഗാനം ചിത്രീകരിക്കാനായി നേപ്പാൾ ട്രിപ്പ് കഴിയുമ്പോൾ സ്പിറ്റി വാലി വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഇനി വെസ്റ്റേൺ ഹിമാലയ കൂടി പോയാൽ യാത്ര പൂർണ്ണമാക്കുമെന്നായിരുന്നു തന്റെ ചിന്ത. അപ്പോഴാണ് ജിതിന്റെ മെയിൽ വരുന്നതും മറുപടി അയക്കുന്നതും. ഈസ്റ്റേൺ ഹിമാലയയിൽ 2 മാസം ചിലവഴിച്ചുവെന്നും താരം പറയുന്നു. സിനിമാ സീരിയൽ താരം കൃഷ്ണപ്രഭ മൊട്ടയടിച്ച ചിത്രം കഴിഞ്ഞ ദിവസം ആരാധകരെ ഞെട്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ലെനയുടെ ചിത്രം എത്തിയിരിക്കുന്നത്. സിനിമാ നടിമാർക്കിടയിൽ ഇപ്പോൾ മൊട്ടയടിക്കുന്നത് ഫാഷൻ ആയിരിക്കുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. Entertainment Desk, Cine Life.